മലപ്പുറം എടവണ്ണപ്പാറയിൽ 17-കാരിയുടെ മരണത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു. പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ സിദ്ദിഖ് അലി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് അതിജീവിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. കരാട്ടയുടെ ഭാഗമെന്ന് തെറ്റിദ്ധരിച്ച് ലൈംഗിക ചൂഷണം നടത്തി താൻ പരമഗുരുവാണെന്നും മനസ്സും ശരീരവും തനിക്ക് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയായിരുന്നു ഈ ചൂഷണം നടന്നത്. പരാതി നൽകിയപ്പോൾ പ്രതിയുടെ അഭിഭാഷകൻ പിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ സഹായിച്ചില്ലെന്നും അതിജീവിത റിപ്പോർട്ടറിനോട് തുറന്നു പറഞ്ഞു. അത് ഞാനവിടെ കളിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് സെക്ഷലി പല അബ്യൂസും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശരീരത്തിലെ പല ഭാഗത്തുനിന്നല്ല മുഴുവൻ ഭാഗത്തും മൂപ്പരെ കൈയെത്തിയിട്ടുണ്ട്. ശരീരവും മനസ്സും കൂടെ കൂടിയിട്ടുള്ള കലയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ അധ്യാപനം നടത്താൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുക. എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷേ പറയാത്തത് പേടിച്ചിട്ടാണോ അതോ അറിയാഞ്ഞിട്ടാണോ തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാത്തിനും ഞാൻ പരമഗുരുവാണ്. പരമഗുരുവിനെ അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുള്ളൂ. പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും പരമഗുരുവാണ്, നമ്മളിതിന് നിന്ന് കൊടുക്കണം എന്നുള്ളത് നമ്മളതിന് നിർബന്ധപ്പെടുകയാണ്. കേസിന് പിന്മാറാൻ സിദ്ദിഖ് അലി മാഷിൻ്റെ അഭിഭാഷകനെ എൻ്റെ ഉപ്പേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പേനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പേനെ ഇയാളെ മകന് വളർന്നു വരുന്നൊരു പയ്യനാണ്, ഞാൻ പുറത്ത് പഠിക്കാൻ പോണതാണ്, അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്തോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂല, വണ്ടി കൊണ്ട് കുത്തിയേ കത്തിയെടുത്ത് കുത്തിയേ ഒന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കേസ് പിൻവലിക്കേണ്ടി വന്നത്. പോലീസുകാർ ഞങ്ങളോട് ഭീഷണിയൊക്കെ വന്നതിന് ശേഷം പോലീസുകാർ പറഞ്ഞത് കേസ് പിൻവലിക്കുന്നത് തന്നെയാവും നല്ലത്, നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. കൂടുതൽ പോലീസ് ഉണ്ടായിരുന്നു, ഒരു ലേഡി പോലീസ് ഉണ്ടായിരുന്നു, അവരാണ് സംസാരിച്ചത് മുഴുവൻ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നെ കണ്ടിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഭീഷണി വന്ന സാഹചര്യത്തിൽ മൊഴി പറഞ്ഞു പറയേണ്ടി വന്നു. അഷ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ, ഒരു ജീവൻ എടുക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുന്നു ഈ സിസ്റ്റത്തിനൊന്ന് ഉണരാൻ. ഈ പരമഗുരുവല്ല, ഇയാൾ ഒരു ഗുരുവാണ്. എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? എന്താണ് ഈ അതിജീവിത പറയുന്നത്? ഇങ്ങനെ ഒട്ടേറെ പെൺകുട്ടികളെ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ്. അരുൺ, ഒട്ടേറെ പെൺകുട്ടികൾ ഇത്തരത്തിൽ ഈ കരാട്ടെ മാസ്റ്ററിൽ നിന്നും ലൈംഗികമായി ഉപദ്രവം ഏൽക്കുന്നതിന് ഈ അതിജീവിത തന്നെ സാക്ഷിയാണ്, നേരിട്ടുള്ള സാക്ഷിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ വാഴക്കാട് ഉൾക്കട ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും പല സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും എത്തിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഈ കരാട്ടെ ക്ലാസ്സുകൾ നടത്തിയിരുന്നത്. അത്തരത്തിലാണ് ഈ പെൺകുട്ടിക്കും ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടിന് മുമ്പിൽ വെളിപ്പെടുത്തൽ നടത്തി ഈ അതിജീവിതയ്ക്കും ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടാകുന്നത്. പിന്നീട് പെൺകുട്ടി കരാട്ടെ പഠനം അവസാനിപ്പിക്കുകയും ചെയ്തു, പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ കൃത്യമായ ഈ സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രം ആ പരാതിയിൽ നിന്നും ആ മൊഴിയിൽ നിന്നും പെൺകുട്ടിക്ക് പിന്മാറേണ്ടി വരികയും കേസിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. പെൺകുട്ടി പറയുന്നത് ഈ ക്ലാസ്സിൽ എത്തുമ്പോൾ ആദ്യം തന്നെ ഈ പെൺകുട്ടിയുടെ കരാട്ട അധ്യാപകൻ പറയുന്നത്, നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളും എന്നോട് പറയണം, ഞാൻ നിങ്ങളുടെ പരമഗുരുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ തെറ്റുകളൊക്കെ ഏറ്റു പറയാൻ പറയുന്നു. അങ്ങനെ കുട്ടികൾ പറയുന്ന ചെറിയ തെറ്റുകളടക്കം വെച്ചുകൊണ്ട് പിന്നീട് തുടർച്ചയായി പെൺകുട്ടികളെല്ലാം ഇയാൾ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് നിരന്തരമായി കുട്ടികളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു. മാത്രമല്ല, താൻ പരമഗുരു ആയതുകൊണ്ട് തന്നെ കരാട്ട പഠിക്കണമെങ്കിൽ കരാട്ടയുടെ പഠനത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ശരീരവും മനസ്സും തന്നിലേക്ക് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഇയാൾ സ്പർശിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പെൺകുട്ടി പറഞ്ഞത്. അതിന് കൃത്യമായ കാര്യങ്ങളടക്കം പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിലും പറഞ്ഞിരുന്നു. പക്ഷേ ഈ കുട്ടി പരാതിയുമായി മുന്നോട്ട് പോയപ്പോൾ നിയമപരമായി പിന്തുണ നൽകേണ്ട സിസ്റ്റം അതിൽ പ്രതിക്കൊപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായൊരു സാഹചര്യം. കേസിൽ സഹായിക്കേണ്ട പ്രോസിക്യൂട്ടർ ഈ കുട്ടി കാണാനോ ഇല്ലെങ്കിൽ മൊഴി നൽകുന്നതിന് സഹായിക്കാനോ ഒന്നും തന്നെ ഒരു ഘട്ടത്തിൽ പോലും തയ്യാറായില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും നിങ്ങൾ മൊഴി മാറ്റി പറയുന്നതാണ് നല്ലത് എന്ന് പറയുന്ന അത്രയും ദുരൂഹമായ സാഹചര്യത്തിലേക്ക് ആ കുട്ടിയുടെ കേസെത്തി. ഈ പ്രതിയുടെ അഭിഭാഷകൻ തന്നെ നേരിട്ട് വന്ന് ഈ പെൺകുട്ടിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. നിങ്ങളുടെ മകളെ വാഹനമിടിച്ച് അപായപ്പെടുത്തും, അല്ലെങ്കിൽ കത്തിയെടുത്ത് ഇല്ലെങ്കിൽ മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ച് അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്, നിങ്ങൾ കേസിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ പിതാവിനെ പോലും ഭീഷണിപ്പെടുത്തുകയും പെൺകുട്ടിയെക്കുറിച്ച് നാട്ടിലടക്കം അപവാദങ്ങൾ പറഞ്ഞ് പർച്ചയും ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് കുടുംബം കേസിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴേക്കും ആ ക്ലാസ്സിൽ ഓരോ പെൺകുട്ടികളും ഇയാളുടെ ലൈംഗികമായ ചൂഷണത്തിന് ഇരയായിരുന്നു എന്നാണ് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് അഷ്കർ സൂചിപ്പിച്ചതുപോലെ. അതിജീവിതയ്ക്ക് പിന്തുണയുമായി പോലീസ് എത്താഞ്ഞത്, പബ്ലിക് പ്രോസിക്യൂട്ടർ എത്താഞ്ഞത് ഒക്കെ ഗുരുതരമായ വീഴ്ചയാണെന്ന് മാത്രമല്ല ഒരു ജീവൻ അത് കാരണം പൊലിഞ്ഞുപോയി എന്നത് പ്രേക്ഷകർ മനസ്സിലാക്കണം.